കൊല്ലം തേവള്ളിയിലുള്ള ഒരു ഹോമിയോ ആശുപത്രിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അതിശയമെന്ന് പറയട്ടെ, അത്ഭുതങ്ങളെന്ന് പറയട്ടെ, 300ഓളം കുട്ടികളുടെ മാതാപിതാക്കളാണ് ഇന്നിവിടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ ജയൻ മെമ്മോറിയൽ ഹാളിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഈ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ നേടി വന്ധ്യതാ ചികിത്സയ്ക്ക് വിവിധ ആശുപത്രികളിൽ പോവുകയും പലതരം ചികിത്സ നേടുകയും ഒക്കെ ചെയ്തിട്ട് അവസാന ഒരു പരീക്ഷണം എന്ന അടിസ്ഥാനത്തിലാണ് ഈ ഹോമിയോ ആശുപത്രിയിലെ ജില്ലയ്ക്ക് സമീപമുള്ള തേവള്ളിയിലെ ഈ ഹോമിയോ ചികിത്സാ കേന്ദ്രത്തിൽ വരികയും അവർക്കെല്ലാം ഒരു പരിഹാരമെന്നുള്ള കുട്ടികൾ ജനിക്കുകയുണ്ടായി. അത്തരം കുട്ടികളും മാതാപിതാക്കളുമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഏതാണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്പ് രാജ്യങ്ങളിലുമൊക്കെ ഈ ഹോമിയോ ചികിത്സ തന്നെ നിരോധമുള്ള ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുമൊക്കെ ഹോമിയോ ചികിത്സ വേണ്ട, നിരോധിക്കണമെന്ന് അഭിപ്രായമുള്ള നിരവധി ആൾക്കാരുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിലൊരു അത്ഭുതകരമായിട്ട് ഈ കൊല്ലത്തുള്ള വിവിധ പ്രദേശങ്ങളിലുള്ളവരെല്ലാം വന്ന് ഈ ആശുപത്രിയിൽ ചികിത്സ നേടി. എത്ര വർഷമായിരുന്നു ഇയാള് 8 വർഷത്തിന് ശേഷം വേറെ ആശുപത്രിയിലൊക്കെ ചികിത്സയ്ക്ക് പോയായിരുന്നോ? ഇവിടെ വന്ന് എത്ര മാസമായപ്പോഴാണ് ഇതിൻ്റെ 6 മാസം ചികിത്സ വന്നപ്പോഴത്തേക്ക് പറയാനുണ്ടായി? ഡോക്ടറൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സമീപനമായിരുന്നോ? അനീഷ മേഡം ആയിരുന്നു. ഹോമിയോ ചികിത്സിക്കുന്നുണ്ട് ഭയപ്പാടൊന്നും ഇല്ലായിരുന്നു? ഇല്ല, ഒത്തിരി അടുത്ത് നോക്കിയിട്ട് ഞങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ട് വന്നതാണ്. അത് ശരി. ഈ ഹോമിയോ ചികിത്സയെ കുറിച്ചിട്ടോ? അത് ശരി. മാസമായിട്ട് ഇവിടെ ചികിത്സയിലുണ്ട്? 2 മാസത്തെ ട്രീറ്റ്മെന്റ് എടുത്തുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് എത്ര മാസമായിരുന്നു? വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷം. 6 വർഷം. വേറെ ചികിത്സക്കൊക്കെ പോയായിരുന്നോ? ഒരുപാട് പോയി, പിന്നെ കുറെ കാശ് കളയാല്ലാതെ. പിന്നീടാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഹോമിയോ ചികിത്സയ്ക്ക് പേടിയും ഭയമൊന്നും ഇല്ലായിരുന്നോ? ഒന്നുമില്ലായിരുന്നു, ധൈര്യമായിട്ട് തന്നെ ചികിത്സ. നല്ല കയറുന്നവർ പിന്നെ കൂട്ടുകാരനാരാണ് പറഞ്ഞു തന്നത് ഇതുപോലെ ഹോമിയോ ചികിത്സ ഒരു വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ. അത് ശരി. അങ്ങനെ നല്ല ഒരു ട്രീറ്റ്മെൻ്റൊക്കെ ആയിരുന്നു ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ട് ഒരു 4 months ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് ഒരു 3.5 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. പിന്നെ ഇവിടെ 4 മാസമായി. 4 മാസമായപ്പോഴത്തേക്ക് ചികിത്സയ്ക്ക് ഫലം കണ്ടു. മോനാണോ? സമ്മാനമൊക്കെ മേടിച്ചോ? കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. 2 വർഷം കൊണ്ട് ട്രീറ്റ്മെന്റിന് വന്നു. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ഇല്ല, വേറെ അടുത്തൊന്നും പോയിട്ടില്ല. ഇവിടെ വന്ന് ചികിത്സ കഴിഞ്ഞ് എത്ര മാസം ആയപ്പോഴാണ്? ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഫലം കണ്ടുകൂടാ. ഇപ്പോൾ സമ്മാനമൊക്കെ മേടിച്ചിട്ട് ഇരിക്കുകയാണ്? സമ്മാനമൊക്കെ മേടിച്ച് എല്ലാത്തിലും സന്തോഷമുണ്ട്. ഞാൻ ആഹാരം കഴിക്കാനായിട്ട്. വേറെ ഈ ഹോമിയോ ചികിത്സിക്കുന്നതിന് പേടിയോ ഭയോ വല്ലതും ഉണ്ടായിരുന്നോ? ചിലർ പറഞ്ഞ ഹോമിയോ ഗുണമില്ലെന്നൊക്കെ പലരും ഒക്കെ പറയുമല്ലോ, അത് കേട്ടിരുന്നോ? എന്നിട്ടും ധൈര്യമായിട്ട് വന്ന് ചികിത്സിച്ചു, അതിന് ഫലം കണ്ടു. ഹോമിയോയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ജനിച്ചതിന് ശേഷം മോനെ ഹോമിയോ ഡോക്ടറെയാണ് കാണിക്കുന്നത്. അതിനും എല്ലാം നല്ല രീതിയിൽ മാറുകയും അസുഖങ്ങളൊക്കെ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഡോക്ടർ ഈ ഹോമിയോ ഹോസ്പിറ്റലിലെ കൺവീനർ അല്ലേ? എത്ര കുട്ടികൾ ഇതുവരെ നമുക്ക് ഈ ചികിത്സയിലൂടെ ലഭിക്കുന്നുണ്ട്? ഇപ്പോൾ ഈ ചടങ്ങ് നടക്കുന്നത് 2017 ശേഷം ജനിച്ച കുട്ടികളുടെയാണ്. ഇപ്പോൾ നിലവിൽ 301 കുട്ടികളുടെയാണ് ഇപ്പോൾ പോസിറ്റീവ് ജനിച്ച കുട്ടികൾ. 500ഓളം പേര് പോസിറ്റീവ് ആയിട്ടുണ്ട്. ബാക്കി പോസിറ്റീവ് പ്രഗ്നൻസിയുടെ പല സ്റ്റേജസിൽ നിൽക്കുന്നത്. പിന്നെ 17-ന് മുന്നേ 45 പേർക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 3 വർഷമായിട്ടുള്ളൂ എല്ലാ ദിവസവും OP ഉണ്ടായിട്ട് തുടങ്ങിയിട്ട്. അതിന് മുന്നേ ആഴ്ചയിൽ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ OP. ഇപ്പോൾ എല്ലാ ദിവസവും OP, തിങ്കൾ തൊട്ട് ശനി വരെ OP ഉണ്ട്. ഇപ്പോൾ 7 ദിവസം ഉണ്ടോ? ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ചയില്ല, തിങ്കൾ മുതൽ ശനി വരെ. തിങ്കൾ മുതൽ ശനി വരെ. മറ്റേ മരുന്നുകളൊക്കെ അവിടുന്ന് ഫ്രീ ആയിട്ടാണോ? മരുന്നുകളെല്ലാം ഫ്രീ ആണ്. പിന്നെ നമ്മുടെ ലാബും ഉണ്ട്, ലാബ് സൗകര്യമുണ്ട്. അപ്പോൾ ലാബിൽ ചെയ്യാൻ പറ്റാത്ത ടെസ്റ്റുകൾ നമ്മൾ പുറത്തുള്ള ലാബുകളിൽ സ്കാനിങ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. എല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെയാണ് ഫണ്ടും എല്ലാ ഫെസിലിറ്റി അപ്പോൾ ഫണ്ടുകളെല്ലാം അനുവദിച്ചു തരുന്നത്. കൂടുതലും ഈ വരുന്നത് ഇവിടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ മറ്റ് ആശുപത്രികളിലൊക്കെ പോയി ചികിത്സ തേടിയിട്ട് അവർക്ക് ഇനിയൊന്ന് പരീക്ഷിച്ച് കളയാന്നുള്ള രീതിയിലാണോ അവിടെ? അതെ, അതായത് IUI, IVF തുടങ്ങിയ ചില വേറെ ചികിത്സകളുണ്ടല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞു ഒരു പക്ഷേ സാമ്പത്തിക തകർച്ചയും പിന്നെ ചില കേസുകൾ
അവർ മരുന്നെടുത്ത് നിരാശ, നമ്മൾ ഹോമിയോ സംബന്ധിച്ച് പറഞ്ഞാൽ കുറച്ച് കൗൺസിലിംഗ് കൂടെ ഉണ്ട്. അത് കേസ് എടുക്കുമ്പോൾ നമ്മൾ നേരെ അസുഖത്തിലേക്കല്ല പോകുന്നത്. അവരെ ഒന്ന് സംസാരിച്ചു അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ട കൗൺസിലിംഗ്, അവിടെ എന്തെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, ആ സേവനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ യോഗ നടത്തുന്നുണ്ട്. അപ്പോൾ നിരവധി മാർഗങ്ങൾ കൂടാണ് അവർക്ക് അത്തരത്തിലൊരു മീൻസ് എല്ലാ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ഹോളാണ്. നമ്മൾ ആ അസുഖം എന്ന രീതിയിൽ കണ്ടിട്ടല്ലല്ലോ നമ്മൾ ഒരാൾ ചികിത്സിക്കുന്നത്. ഹോമിയോ സംബന്ധിച്ച് ആ മനുഷ്യനെ ഒരു വ്യക്തിയായിട്ട് മൊത്തത്തിൽ കണ്ടിട്ടാണ്. അപ്പോൾ അതനുസരിച്ചുള്ള സപ്പോർട്ട് എല്ലാ സൈഡിലും, മെൻ്റൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും സൈക്കോളജിക്കൽ ആണെങ്കിലും സോഷ്യൽ സപ്പോർട്ട് നമ്മളെപ്പോഴും ഉണ്ട് നിങ്ങളുടെ സേവനത്തിന് എന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തും. അതിനാണ് ഇപ്പോൾ നമുക്ക് ഇത്രയൊരു ഫലം കിട്ടി. നമുക്ക് നല്ല ഫലമുണ്ട്. തീർച്ചയായിട്ടും തുടർന്നും പൊയ്ക്കോട്ടെ. അതെ, അത് നമ്മുടേത് രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയതിനു ശേഷമാണോ അവിടെ വരുന്നത്? ഇവിടെ തന്നെ ആദ്യമായിട്ട് ഇവിടെ എത്ര മാസം ചികിത്സ നടത്തി? 1.5 മാസം. 1.5 മാസം കഴിഞ്ഞപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടായി. ഇപ്പോൾ മോനാണോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ചികിത്സയൊക്കെ? ഡോക്ടർമാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരി എടുക്കുകയൊക്കെ ശരി. ചിലവും കുറവല്ലേ? ചിലവൊന്നുമില്ല. എത്ര മാസം എടുത്തു അവിടെ ട്രീറ്റ്മെൻറ്റ്? 2.5 വർഷക്കാലം ഞാൻ ട്രീറ്റ്മെൻറ്റിനുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡുമായിട്ട് 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ 6 മാസം കറക്റ്റായിട്ട് പറഞ്ഞു. 6 മാസത്തിനെന്ന് വെച്ചാൽ നമുക്ക് 6 മാസം കഴിയുമ്പോൾ നമുക്ക് തന്നെ ട്രീറ്റ്മെൻറ്റ് ഫലവും ഉണ്ടായി. വേറെ ആശുപത്രിയിലൊക്കെ നേരത്തെ പോയിരുന്നോ? നേരത്തെ NS ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. IUI 3 കഴിഞ്ഞു. IVF പറഞ്ഞപ്പോഴും നമ്മൾ ഇവിടെ ചെലവ് കുറവാണല്ലോ സാധാരണ. ചിലവ് കുറവാണ്. ഡോക്ടർമാരുടെ സമീപനവും സഹകരണവും സമീപനം എന്ന് പറയുന്നത് നമുക്ക് ഡോക്ടറായിട്ടല്ല, നമുക്കൊരു ജ്യേഷ്ഠത്തിയെ പോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ നമുക്ക് അതാണ് മാനസികമായിട്ട് ഏറ്റവും വലിയ പ്രയോജനം കിട്ടിയത്. അതെ അതെ. ഇയാൾ 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന മോനാണ്. വന്ന മോനായി. ശരിയാ. പിന്നെ ഞങ്ങൾ ഡോക്ടർ ധന്യ ഡോക്ടറാണ്. നല്ല സഹകരണമാണ്. എവിടെ വെച്ചുണ്ടായിരുന്നു നമ്മളെ എപ്പോഴും അറിയും. ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഡോക്ടറുടെ സമീപനം. അത് നമുക്ക് ഏറ്റവും വലിയ വിജയമായത് തന്നെ. എന്തുണ്ടെങ്കിലും ഡോക്ടറോട് നമുക്ക് തുറന്ന. ഞാനും അവളൂടെ പോയ സമയത്തും എന്നെ ഇനി പുറത്താക്കിയിട്ട് അവരെല്ലാം രണ്ടും കൂടെ സംസാരിച്ചു. അപ്പോൾ അന്നേരം എല്ലാം അവർക്ക് മനസ്സിലാവേണ്ട രീതിയിലെല്ലാം അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നല്ല ഫലവും ഉണ്ടായി. ഡോക്ടർ പറഞ്ഞു ഞാൻ പറയുന്ന കണക്ക് കേൾക്കാമെന്നുണ്ടെങ്കിൽ 6 മാസത്തിനകം നിങ്ങൾക്ക് ഫലം കിട്ടും. അങ്ങനെ മോനെയും മരുമോനെയും വിളിപ്പിച്ച് അയാളും 6 മാസം ഇവിടെ നിന്നുണ്ടായിരുന്നു. സംഗതി സക്സസ് ആയി. വീട്ടിൽ വേറെ ആരും ഇല്ല. എന്തായാലും ഇവിടെ വേറെ ആൾക്കാർ പറഞ്ഞു. വേറെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയായിരുന്നു? ഇല്ല, വേറെ എങ്ങും പോയില്ല. നേരെ ഇവിടെ വന്നായിരുന്നു. പറഞ്ഞു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഇവിടെ പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വന്നത്. അങ്ങനെ അവിടെ എത്ര മാസം ചികിത്സ കഴിഞ്ഞപ്പോഴാണ് പ്രഗ്നന്റ് ആയത്? 6 മാസം ആയപ്പോഴേക്കും പ്രഗ്നന്റ് ആയി. ഇപ്പം എത്ര മക്കളായി? 2 കുഞ്ഞുങ്ങൾ. ആദ്യം മോളായിരുന്നു? ആദ്യം വേണ്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നതാണ് 3 വർഷം. പോകാൻ കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ ചികിത്സയ്ക്ക് പോയത്? 3 വർഷം, 3ാമത്തെ വർഷം. അവിടെ എത്ര മാസം കഴിഞ്ഞപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ്? ഞങ്ങൾ 6 മാസം കഴിഞ്ഞപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. അവിടെ ഞങ്ങൾ നോക്കിയ മാഡം ബ്രിജിലെ മാഡമാണ്. മാഡം ശരിക്കും പറഞ്ഞവർ എന്താ പറയുക, അമ്മയുടെ ഒരു ചേച്ചിയുടെയൊക്കെ. അപ്പോൾ മോനാണോ? അപ്പോൾ ഇതെൻ്റെ മകനാണ്. ഇതാണ് ഞങ്ങൾക്ക് അവിടെ പോയതിനു ശേഷം എൻ്റെ അതാണ് എൻ്റെ വൈഫാണ്. എത്ര മാസം അവിടെ ചികിത്സിച്ചായിരുന്നു? 6-7 മാസം അതിന് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു. 6-7 മാസമായപ്പോഴത്തേക്കാണ് ഞങ്ങൾ റിസൾട്ട് കിട്ടിയായിരുന്നു. ഇതിന് മാഡത്തിനെ കണ്ട് നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് മാഡം തന്നെയാണ് ഞങ്ങളെ ഒരു ഫാമിലിയെ പോലെ. ഒരു ഡോക്ടർ തന്നെയായിരുന്നു? ബ്രിജിലെ മാഡം തന്നെയായിരുന്നു. മാഡം തന്നെയാണ് അവസാനം വരെ. നമുക്ക് റിസൾട്ട് ആവുന്നവരെ മാഡം ഉണ്ടായിരുന്നു. ഡെലിവറി എല്ലാം അവിടെ തന്നെ ആയിരുന്നു? അല്ല, ഡെലിവറി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിക്ടോറിയയിലാണ് ഡെലിവറി ചെയ്ത്. മിനി മാഡം നായർ മാഡവും നല്ല കയറി തന്നെയാണ് ഞങ്ങൾക്ക് വന്നത്. പക്ഷേ ബ്രിജിലെ മാഡത്തിൻ്റെ അവരെന്തിൽ തന്നെയാണ് ഇല്ല കാര്യം. ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ ക്ലിയർ ചെയ്തു. ഒരു സഹോദരനെ പോലെ തന്നെ നമുക്ക് എപ്പോൾ എന്ത് ഡൗട്ടുണ്ടെങ്കിലും നമുക്ക് വിളിച്ച് ചോദിക്കാമായിരുന്നു. മാഡം ആവശ്യത്തിന് സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോൾ എന്ത് ഡൗട്ട് വന്നാലും ഞങ്ങൾ മാഡത്തിൻ്റെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ അവസാനം വരെ ഞങ്ങൾക്കിത് അറിയുന്നവരെ മാഡം ഉണ്ടായിരുന്നു ഞങ്ങളുടെ. ഇതിൽ കൂടെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ കിട്ടിയത്. അത് ശരിക്കും നമ്മളൊരു 3 വർഷം ഇതിൻ്റെ പുറകെ നടന്നൊന്നും ആകാതെ ആകെ വിഷമിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് വന്നത്. അപ്പോൾ അവിടെ വന്നതിന് ശേഷം നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നേരത്തെ എവിടെയും പോയില്ല? എവിടെയും പോയില്ല, ജന്മി മാത്രമാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ.
ഇല്ല, എൻ്റെ വൈഫിന് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഹോമിയോയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് മരുന്നുണ്ടെങ്കിലും ആൾക്ക് അവിടുത്തെ മരുന്നേ ഏൽക്കത്തുള്ളൂ. അപ്പോൾ അവിടെ പോയപ്പം യാർച്ചയായിട്ടും കണ്ടതാണ് ജന്മി എന്നും പറഞ്ഞുള്ളത്. എനിക്ക് പിന്നെ അവിടെ നോക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്.